മാലിന്യം മാറാതെ തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം മാറ്റാൻ ഇപ്പോഴും ഒരു മാർഗവുമില്ല. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ സമീപത്ത് മാലിന്യം നീക്കാൻ കഴിയുന്നില്ല. ശുചീകരണ തൊഴിലാളിയായിരുന്ന ജോയുടെ ജീവൻ നഷ്ടമായ സ്ഥലത്ത് മാലിന്യം ഇപ്പോഴും കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. മാലിന്യം നീക്കാൻ റെയിൽവേ കൃത്യമായ പദ്ധതി തയ്യാറാക്കിയിട്ടില്ല. തൊഴിലാളികളെ ഉപയോഗിച്ച് നീക്കാനാകില്ലെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ അറിയിച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയുമായി റിനു ശ്രീധർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പറയൂ റിനു. ജോയിയുടെ മരണം നമ്മളെ സങ്കടത്തോടു കൂടിയാണ് കണ്ടത്. നമുക്കറിയാം, മാലിന്യത്തിൽ മുങ്ങി ജോയി മരിച്ചു. അന്ന് തന്നെ നഗരസഭയും റെയിൽവേ സ്റ്റേഷനും അവിടെ നിന്ന് മാലിന്യം നീക്കം ചെയ്യുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് അന്ന് വാദോരാതെ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. പക്ഷേ നിലവിൽ ഇന്ന് ജോയിയുടെ അമ്മയ്ക്ക് 650 സ്ക്വയർ ഫീറ്റ് വീട് വെച്ച് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ആ സമയം നമ്മൾ ഈ പ്രദേശം പരിശോധിക്കുമ്പോൾ അവിടെ നിന്ന് മാലിന്യം ഒരു തരത്തിലും നീക്കം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖമുണ്ടാക്കുന്ന കാര്യം. നഗരസഭയിൽ നമ്മൾ പ്രതികരണം ആരാഞ്ഞപ്പോൾ മേയർ പറഞ്ഞത്, നിലവിൽ ഒരാളുടെ ജീവൻ നഷ്ടമായ ഇടം അവിടെ ജനങ്ങളെ ഇറക്കി അല്ലെങ്കിൽ മനുഷ്യരെ ഇറക്കി മാലിന്യം നീക്കുക എന്നുള്ളത് അസാധ്യകരമായിട്ടുള്ള കാര്യമാണ്. സാധ്യമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് AI സംവിധാനത്തോടു കൂടി ഒരു പരിപാടി തയ്യാറാക്കുന്നുണ്ട്, ഒരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട് അവിടുത്തെ മാലിന്യം നീക്കാൻ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കമ്പനിയുമായി കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് റെയിൽവേ ഭൂമിയാണ്. റെയിൽവേ ഭൂമിയിലൂടെയാണ് ഈ ആമയിഴഞ്ചാൻ തോട് അതുവഴി കടന്നു പോകുന്നത്. അന്ന് തന്നെ റെയിൽവേയും പ്രഖ്യാപിച്ചിരുന്നു പ്രത്യേക പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് ഇവിടെ നിന്ന് മാലിന്യം നീക്കം ചെയ്യുന്നു. പക്ഷേ നിലവിൽ ഇതുവരെയും റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതിയും തയ്യാറാക്കിയില്ല എന്നുള്ളതാണ്. നിരവധി തവണ നഗരസഭ കത്ത് നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പക്ഷേ നഗരസഭ പലതവണ കത്ത് നൽകിയിട്ടും റെയിൽവേ ഈ മാലിന്യം നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും AI സംവിധാനത്തിലൂടെ ഒരു നിർമ്മിത ബുദ്ധിയിലൂടെ ഒരു സംവിധാനം ഒരുക്കിക്കൊണ്ട് ഈ മാലിന്യം നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നഗരസഭ മുന്നോട്ട് വയ്ക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കമ്പനിയുമായി, സ്വകാര്യ കമ്പനിയുമായി കരാറിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ജോയിയുടെ ജീവൻ നഷ്ടപ്പെട്ട ഇടത്തിപ്പോൾ മാലിന്യം കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അധികൃതർ പറഞ്ഞ ഒരു വാക്കും നിലവിൽ ഇതുവരെയും പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ സ്ഥലം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഏകദേശം ജോയിയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ ജോയി മരിച്ചിട്ട് ഏകദേശം 1 വർഷവും 3 മാസവും പിന്നിടുകയാണ്. ഇപ്പോഴും ഇതേ സ്ഥലത്ത് മാലിന്യം കുമിഞ്ഞുകൂടി വലിയൊരു അപകടം പതിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്നും കാണാൻ കഴിഞ്ഞത്. സ്കെയിൻ. ഓക്കെ, താങ്ക് യു. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. എനിക്ക് തോന്നുന്നത് ഈ ആമയിഴഞ്ചാൻ തോട്ടിലുള്ള മാലിന്യം നീക്കം ചെയ്യാൻ പുതിയ പദ്ധതികൾ കൊണ്ടുവരാതിരിക്കുന്ന ഒട്ടും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഒരുപാട് യാത്രക്കാരുള്ള റെയിൽവേ, കേരളത്തിലെ ട്രെയിനുകളിലൊക്കെ സഞ്ചരിക്കുന്ന യാത്രക്കാരെല്ലാം ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവരാണ് എന്നത് നമ്മൾ എടുത്തു പറയണം. അപ്പോൾ നല്ല വരുമാനമാണ്. ഇപ്പോൾ വന്ദേ ഭാരതൊക്കെ വന്നപ്പോൾ വന്ദേ ഭാരത് കൂടുതൽ സർവീസുകൾ തന്നെ കേരളത്തിൽ നടത്തുന്നത് വന്ദേ ഭാരതിൽ ആളുകൾ ഒരുപാട് കയറുന്നു എന്നുള്ളത് കൊണ്ടാണ്. നല്ല കളക്ഷനാണ്. വളരെ ആദ്യത്തെ ദിവസം തന്നെ വന്ദേ ഭാരത് ലാഭത്തിൽ ഓടിയ സ്ഥലമാണ് കേരളം എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും പണം റെയിൽവേക്ക് ലഭിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഈ ആമയിഴഞ്ചാൻ തോട്ടിൻ്റെ അവസ്ഥ ഈ ഗതികേടിലാക്കുന്നത് ഒരു രീതിയിലും നല്ലതല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.